ഹായ് എവരിബഡി, നമസ്കാരം. ഞാൻ സ്വന്തം വിജയലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂളും കോളേജും എല്ലാം തുറക്കല്ലേ, അപ്പോൾ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് അനുഗ്രഹം വാങ്ങാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. അല്ലേ, പണ്ടേ ഉള്ള ശീലമാണ് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അനുഗ്രഹം വാങ്ങിക്കും എന്നുള്ളത്. അപ്പോൾ മുതിർന്നവരുടെ പ്രത്യേകിച്ചും അപ്പോൾ മൂല്യങ്ങൾ മക്കളിൽ നിറയ്ക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണല്ലോ. ഏതായാലും വരുമ്പോൾ നാടൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണയായിട്ട് മൺകലത്തിലാണ് ചോറൊക്കെ വെക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ ചെയ്തു. പിന്നെ എൻ്റെ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ്, അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ നെയ്യിൽ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതിനകത്താണ് ഒഴിക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇത് നല്ലപോലെ വഴറ്റും. അപ്പം പിന്നീട് ചിക്കനും ചേർത്തിട്ട് വഴറ്റും. അതിനിടയിൽ മല്ലി, അതുപോലെ തന്നെ പെപ്പർ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി രണ്ടും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ച് വെക്കും. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാൻ സാധാരണയായിട്ട് ഉപ്പ് ചേർക്കുന്നത് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നല്ലപോലെ വേവണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി വെള്ളം നല്ലപോലെ ഒഴിച്ചിട്ട് നല്ലപോലെ അത് വേവണം. പിന്നെ ഞാൻ ഇതിനിടയ്ക്കെന്താണെന്ന് വെച്ചാൽ ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിലും ഇടാം. ഞാനതങ്ങനെ തന്നെ ഇട്ടത്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടെ കറിവേപ്പില ഇഷ്ടംപോലെ വീട്ടിലുള്ളതുകൊണ്ട് അതും ഇട്ട് കൊടുക്കും. പിന്നെ ഇപ്പം ഏകദേശം വേവാനൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ചിഞ്ചാൽ കുറച്ച് അരി വറുത്ത് പൊടിച്ച് വെച്ചു. അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ വെള്ളം വറ്റാനായ ചിക്കനിൽ അത് നല്ലതാണ്. കാരണം അപ്പോൾ അത് കുറച്ചുകൂടെ ഡ്രൈ ആവും. നിങ്ങൾക്ക് അഥവാ ഗ്രേവി വേണമെന്ന് വെച്ചാൽ ഗ്രേവിയോടെ ആക്കാം, അല്ല ചപ്പാത്തിക്കോ വേറെ എന്തിനുമായാലും ഒക്കെ കഴിക്കാം. പക്ഷേ നമുക്ക് ചോറിനാകുമ്പോൾ ഡ്രൈ ആയിട്ട് വെക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എന്നിട്ട് അതിന് തന്നെ ഞാൻ അത് കടുവും മുളകും എല്ലാം താളിച്ചിടും. പിന്നെ സാധാരണയായിട്ട് നമ്മൾ വെക്കല് സാമ്പാറാണല്ലോ, എല്ലാ പച്ചക്കറികളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പോഷകഗുണമുള്ളതുകൊണ്ട് സാമ്പാർ വയ്ക്കും. സാമ്പാറിന് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് പച്ചടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കക്കരിക്ക പുറന്തോടെല്ലാം കളഞ്ഞു. കാരണം പുറന്തൊലി കളഞ്ഞു. അത് കുറച്ച് മൂത്തതുപോലെ തോന്നുന്നു. അതും തൈരും തേങ്ങയും കൂടെ അരച്ചിട്ട് കുറച്ച് കടുവും അതിനകത്ത് തന്നെ പൊട്ടിച്ചിട്ട് ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ താളിച്ച് ചേർത്തു. അപ്പോൾ വറവ് അല്ലെങ്കിൽ പൊരിയലിനൊക്കെ പറയില്ലേ, അതിനുവേണ്ടി ബീൻസ്, ക്യാരറ്റ് നീരായിട്ട് എറിഞ്ഞ് കുറച്ച് ഉള്ളിയുമായിട്ട് ചെറിയ തീയിൽ വേവിച്ചിട്ട് അതും വെച്ചു. എല്ലാം ചട്ടിയിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് കഴിഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ചോറ് ഇനി വിളമ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് വിളമ്പുമ്പം സാമ്പാർ സൈഡിൽ വിളമ്പും. അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ആയിട്ട് സാമ്പാർ വിളമ്പിയ ഉടനെ നമ്മളിന്ന് പച്ചടിയാണ് വിളമ്പുന്നത്. പച്ചടി നല്ല കൊഴുത്തിരിക്കണം അല്ലേ, അധികം വെള്ളമായി പോരുത്. അത് സൈഡിൽ വിളമ്പിച്ച് കഴിഞ്ഞു. ഇനിയും അതിൻ്റെ കൂടെ എടുക്കേണ്ടത് വറവാണ്. വറവെന്ന് പറഞ്ഞാൽ തോരൻ, നേരത്തെ പറഞ്ഞില്ല, ബീൻസും ക്യാരറ്റും കൂടെ എടുത്ത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് നോക്കിൻ്റെ സൈഡിലേക്ക് ഞാൻ വിളമ്പാനെടുത്തത് ചിക്കന് മുമ്പ് തന്നെ ഇത് മൊളീഷൻ എന്ന് പറഞ്ഞാൽ അയലയാണ് മൊളീഷൻ വെച്ചത്. നല്ല കുറാന്നുണ്ടാവും. അത് ഭയങ്കര എരിവായിരിക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, ഇതെല്ലാം കൂടെ കൈ കൊണ്ട് പുളിയിട്ട് ഞെവിടിയിട്ട് തിളച്ച് കഴിയുമ്പോൾ കഷ്ണം ഇടുകയാണ്. എന്നിട്ട് വെന്ത് വരുമ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ. ഈ ചിക്കന് നമ്മൾ പെപ്പർ ചിക്കന് അപ്പോൾ അതായത് നീരിയ കഷ്ണം, ചെറിയ കഷ്ണമായിരിക്കും നല്ലത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല. ഇനിയുള്ളത് കടുമാങ്ങയാണ്. ഞാനിട്ട കടുമാങ്ങ തന്നെയാണ്. അത് കാണുമ്പോൾ എൻ്റെ വായിക്കൂടെ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ ഉള്ള മാങ്ങയെല്ലാം കുറച്ച് ഉപ്പിലിട്ട് വെച്ചതാണ്. പെട്ടെന്ന് ആരെല്ലാം വരുമ്പോൾ എടുത്തിട്ട് അതൊരു കറിയാക്കാം. പിന്നെ തലേ ദിവസം തന്നെ തൈര് മണ്ണിൻ്റെ കപ്പിൽ ഒഴിച്ച് വെക്കും. അതപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.